ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് നമുക്ക് കൂടുതൽ പേർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് പപ്സ്. അപ്പോൾ അതെങ്ങനെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പപ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പപ്സിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദമാവാണ് എടുക്കുന്നത്. 2 കപ്പ് മൈദമാവ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 ഷീറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം, 2 കപ്പ് മൈദമാവ് വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി അല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു ഷീറ്റായിട്ട് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത്തിരി മൈദമാവ് തൂവി കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വലുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിൽ വലുതായിട്ട് എത്രയും വലിയ ഷീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും വലിയ ഷീറ്റിൽ അങ്ങ് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് മെൽറ്റായിട്ടുള്ള ബട്ടറാണ് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കുമായിട്ട് തേച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഇത്തിരി മൈദാമാവ് ഇങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലെയർ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യണത്. കുറച്ച് മാത്രം മൈദാമാവ് ഇതുപോലെ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. ഇനി നമുക്കിത് മടക്കി കൊടുക്കാം. അപ്പോൾ രണ്ടായിട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു മടക്കൽ ഇതുപോലെ പകുതിക്ക് വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെ മടക്ക് ഇപ്പുറത്തെ സൈഡിലേക്കും മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ബട്ടർ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മൈദാമാവ് ഇങ്ങനെ തൂവി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ മടക്കിയതുപോലെ തന്നെ വീണ്ടും മടക്കി കൊടുക്കുക. അതുപോലെ അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെക്കുക. ഒട്ടും എയർ കിടക്കാത്ത രീതിയിൽ മൂടി വെക്കണം. ഞാനത് ഒരു ക്ലിം ഫിലിം വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒട്ടും എയർ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് മൂടി ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അത് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് നമുക്കൊരു പാന് ചൂടാക്കി അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ഏകദേശം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് 1 എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 1 എടുത്തത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് സവാളയാണ്. അപ്പോൾ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണിത്. അതും കൂടെ ചേർക്കാം. പിന്നെ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് നല്ലപോലെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചച്ചുവയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ അത് മാറി കിട്ടും. അപ്പോൾ മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ഞാനിതിലേക്ക് എക്സ്ട്രാ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ടയും കൂടെ വേണം. അപ്പോൾ കോഴിമുട്ട പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് പകുതിയായിട്ട് മുറിച്ച് മാറ്റി വെക്കുക. അപ്പോൾ എല്ലാവരും നമുക്ക് അറിയാം പപ്സിൽ എങ്ങനെയാണ് കോഴിമുട്ട വെക്കുന്നതെന്ന്. അപ്പോൾ ഒരു പകുതിയായിട്ട് മുറിച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു പഫ് ഷീറ്റ് ഒരു 1/2 അവർ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ വലിയ ഷീറ്റായിട്ട് പരത്തിയെടുക്കുക. ഒരു 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തെടുത്ത ബട്ടർ തേച്ചിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മടക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഒരു 4 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ 4 പ്രാവശ്യം ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അരമണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ 4 പ്രാവശ്യം ചെയ്യുക. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യണത്. ഇതുപോലെ 4 പ്രാവശ്യം ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ അതുപോലെ 4 പ്രാവശ്യം ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത ഒരു പപ്സിൻ്റെ ഷീറ്റാണ്. ഇനി നമ്മളിത് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും വലിയ ഷീറ്റായിട്ട് പരത്തിയെടുക്കുക. ഏകദേശം 1/2 ഇഞ്ച് കനത്തിൽ തന്നെ ഈ ഒരു സമയത്തും പരത്തിയെടുക്കുക. ഇനി ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടോ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. അപ്പോൾ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നടുകിലൂടെ വീണ്ടും കട്ട് ചെയ്യുക. എന്നിട്ട് സ്ക്വയർ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ പപ്സിൻ്റെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പപ്സ് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 2 മാസം വരെ സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. ഒരു പപ്സ് ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ വേണം വീണ്ടും പപ്സ് ഷീറ്റ് വെക്കാൻ, അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഒട്ടും കാറ്റ് കിടക്കാത്ത രീതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ എന്ന് പറയുമ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണം. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലല്ല, ഫ്രീസറിൽ വെച്ചിട്ട് വേണം സൂക്ഷിച്ച് വെക്കാൻ. അപ്പോൾ നമുക്ക് എപ്പോഴാണോ പപ്സ് കഴിക്കാൻ തോന്നുന്നത് ആ ഒരു സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചാൽ മതി. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് കഴിക്കാം. ഇനി നമുക്ക് ഈ ഒരു പപ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ എഗ് പപ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ട് 4ആയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ എഗ് പപ്സ് മടക്കി കൊടുക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് കണ്ടോ ഒരു 2ആയിട്ട് മടക്കിയത്. അതിൻ്റെ ഉള്ളിലും മുട്ടയൊന്നുമില്ല കേട്ടോ. വെറുതെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ 2ആയിട്ട് മടക്കി കൊടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഒരു 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റോളം ഞാനത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബേക്കിങ്ങിന് പകരമായിട്ട് ഇത് ഫ്രൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ബേക്ക് ചെയ്ത ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല എന്നുള്ളൂ, എങ്കിലും കഴിക്കാം. അപ്പോൾ ഓവനില്ലാത്തവർ ഇത് ഫ്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ആ ഒരു പപ്സിലൊക്കെ കൂടുതൽ വനസ്പതി ചേർത്തിട്ടായിരിക്കും ആ ഒരു പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇതിൽ ഞാൻ ഏകദേശം ഒരു 125 ഗ്രാം ബട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പപ്സാണിത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.